ഇല്ലല്ലോ, നീ ഒന്ന് എത്രണ്ണം പറക്കിയത്? 4-5 കുറവുണ്ടല്ലോ. എടാ ഇനി 13 ചാക്കോടെ കാണാനുണ്ടെന്നേ. എടാ ആക്രിയൊക്കെ ഇപ്പൊ ഭയങ്കര ഡിമാൻഡാടാ. അതെ ചേട്ടായി, ഞാൻ അയൽക്കൂട്ടത്തിന്റെ മീറ്റിങ്ങിന് പോയിട്ട് വരാം. ഭക്ഷണം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, കഴിച്ചേക്കണേ. ഞാൻ പോവാണേ. എടാ വൈകുന്നേരത്തിന് ഇപ്പുറം 13 ചാക്ക് നീ എവിടെന്നെങ്കിലും കൊണ്ടുവരണം. വൈകുന്നേരം ലോഡ് കയറ്റാനുള്ള. എടാ 13 ചാക്കടാ. സുനി ആക്രി. ആക്രിയോ? ആരുടെ ആക്രി? സ്ക്രാപ്പ് സുണി വിളിക്കണം. ഓ ശരി, എന്റെ സ്ക്രാപ്പ് മുതലാളി. എടാ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. ഈ വിളക്ക് മാത്രം ആരും കത്തിക്കാണ്ട് അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന. എനിക്കത് കണ്ടപ്പോൾ സങ്കടം തോന്നി. ഞാനൊന്നും എടുത്തോണ്ട് പോകുന്നു. ഇത് നീ എടുത്തിട്ട് എന്നേലൊക്കെ താടാവേ. ന്യൂ ഇയറിന് മുമ്പൊന്ന് പാമപ്പ് ചെയ്യാന്ന് വിചാരിച്ച. എടാ ഇതിനൊരു 300 രൂപ, അതിൽ കൂടുതലൊന്നുമില്ല. നീ ഒരു 500 രൂപ താടാവേ. ഇല്ലേ ഞാനിത് ആ സ്ക്രാപ്പ് ബഷീറിന് കൊടുക്കൂട്ടോ. ബഷീറിന് കൊടുക്കണ്ട, 500 അല്ലേ, അത് ഞാൻ തന്നെ തരാം. പൈസ ഇപ്പൊ വേണ്ട, ഗൂഗിൾ പേ ഇട്ടാ മതി. ശരി എന്നാ. ഇത് കണ്ടിട്ടൊരു മാന്ത്രിക വിളക്ക് പോലെ ഉണ്ടല്ലോ. വല്ല ഭൂതം വരുമോ? ഉറച്ചു നോക്കാം. എടാ തെണ്ടി, ഞാനൊരു 3-4 ദിവസമായിട്ട് ഒറ്റോട്ടിരുന്ന ഒരു കോപ്പില്ല. അതിൻ്റെ അകത്ത് എന്റെ കയ്യിൽ തൊലി പോയത് മാത്രം പിടിച്ച 500 രൂപ ഗൂഗിൾ പേ ഇട്ടാ കേട്ടാ. ഫോണ മൊത്തമേ കല്ലിൽ ഒരച്ചു നോക്കാം, ചിലപ്പോ വന്നാലോ. എന്നെ തുറന്നു വിട്ടതിന് നന്ദി. ഞാൻ ബറോസ്. ഹണിറോസിന്റെ? ഹണിറോസോ? അതാരാ? അത് ഞങ്ങൾ ആരാധിക്കുന്ന ദേവതയാ. ബറോസ് ചേട്ടൻ ഹണിറോസിന്റെ ആരായിട്ട് വരും? ഞാൻ ഹണിറോസിന്റെ ആരുമല്ല. ഞാൻ ബറോസ്, നിധി കാക്കുന്ന ഭൂതം. അയ്യോ ഭൂതോ? അപ്പൊ ലുട്ടാപ്പിയുടെ ഐറ്റം ഒന്നല്ലേ? ലുട്ടാപ്പിയും കുട്ടാപ്പിയും ഒന്നും എനിക്കറിഞ്ഞൂടാ. നീ എന്നെ തുറന്നു വിട്ട സ്ഥിതിക്ക് നീ എന്റെ കയ്യിൽ നിന്നൊരു വരം വാങ്ങണം. ഇല്ലായെങ്കിൽ നിന്റെ തല പൊട്ടിത്തെറിച്ചു. അയ്യോ. പിന്നെ വരം ചോദിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കും. ഞാൻ കുട്ടികളുടെ ഭൂതമാണ്. അപ്പൊ അതുകൊണ്ട് എന്നോട് വരം ചോദിക്കുമ്പോൾ കണ്ട ആ പൂപ്പ സഭ്യമല്ലാത്ത വരങ്ങളൊന്നും ചോദിക്കരുത്. ചോദിച്ചാലും ഹുസൂർ സഭ്യമായ രീതിയിൽ ചോദിക്കണമെന്ന് പറയുമ്പോൾ പറഞ്ഞോളൂ ഹുസൂർ. എന്റെ ഭാര്യയുടെ കൂട്ടുകാരിയുണ്ട്, സിന്ധു. അവളുടെ അമ്മയെ എനിക്ക് അമ്മായിയമ്മയായിട്ട് കിട്ടണം. എന്റെ സ്വന്തം അമ്മായിയമ്മയായിട്ട്. ബറോസേട്ടന് മനസ്സിലായില്ലേ? ഏത്? അവളുടെ അമ്മയെ എന്റെ സ്വന്തം അമ്മായിയമ്മയായിട്ടേ. അങ്ങനെ തന്നെ ഭവിക്കും ഹുസൂർ. സിന്ധു, എന്റെ എത്ര നാളത്തെ ആഗ്രഹ സിന്ധു. അയ്യോ അയ്യോ, എന്റെ ദൈവമേ, ഞാനിതെങ്ങനെ സഹിക്കും? എന്റെ ഈശ്വര, ഞാനിതെങ്ങനെ സഹിക്കും ദൈവമേ? അയ്യോ, കൈവിട്ടു പോയല്ലോ എന്റെ ദൈവമേ. ഇനി ഞാൻ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? എന്ത് ചതിയാ ഇത് ചെയ്തത്? ഞാനിതെങ്ങനെ സഹിക്കും? നീ എന്തിനു സങ്കടപ്പെടണ? പറഞ്ഞു ചേട്ടാ, എന്റെ കൂട്ടുകാരി സിന്ധു ഇല്ലേ? സിന്ധു. സിന്ധു സിന്ധുവിനെ പറ്റി ആ സിന്ധു ഇല്ലേ? സിന്ധു. ആ സിന്ധുവിന്റെ അമ്മ ചേട്ടന്റെ അമ്മായിമ്മയായി. ആണോ? 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 അതെ ചേട്ടാ, എന്റെ അച്ഛൻ സിന്ധുവിന്റെ അമ്മയെ കെട്ടി ചേട്ടാ. എന്റെ അച്ഛൻ, നിങ്ങളുടെ അമ്മായിപ്പൻ സിന്ധുവിന്റെ അമ്മയെ കെട്ടി. ഇനി ഞാൻ എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? ഇതിൽ പരം നാണക്കേടിഞ്ഞ് വരാനില്ല. അവളുടെ അമ്മയെ എനിക്ക് അമ്മായിയമ്മയായിട്ട് കിട്ടണം. എന്റെ സ്വന്തം അമ്മായിയമ്മയായിട്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഞാൻ കുട്ടികളുടെ ഭൂതമാണെന്ന്. അല്ലാതെ ഇതുപോലെ മുള്ളുമുരിക്കന്മാരുടെ ഭൂതമല്ല. ഞാൻ വിചാരിച്ച ഇങ്ങനെ വരും. വാരം തന്നു, പണി കഴിഞ്ഞു. ഇറങ്ങിയ പിന്നെ കേറണ പ്രശ്നമില്ല. നീയേ ഈ ബറോസിനെ മാർക്കോയാണ്.